ഒരു എപ്പിസോഡ് തുടങ്ങുന്നത് 2013 ഒരു സീനൊക്കെ വെച്ചിട്ടാണ്. സ്കൂളൊക്കെ വിട്ട് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു ഷെന്നും ലൂവും. ലൂവിന് ഇംഗ്ലീഷ് വൊക്കാബുലറിയൊക്കെ നല്ല രീതിക്ക് തന്നെ അറിയാമെന്നും ഇനി മാത്സ് ആണ് പഠിക്കുവാനായിട്ടുള്ളതെന്നും അതില് ഷെന്നിന്റെ സഹായം കൂടിയേ തീരൂ എന്നുമൊക്കെ ലൂവും ഷെന്നിന്റെ അടുത്ത് പറയുകയാണ്. യു ആർ ദ ആപ്പിൾ ഓഫ് മൈ ഐ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അവന്റെ അടുത്ത് അവള് ചോദിക്കുന്നു. അവൻ അതിന്റെ അർത്ഥമൊന്നും തന്നെ അറിയുകയില്ലായിരുന്നെങ്കിൽ പോലും ഗൂഗിളിലൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണെന്നുള്ള ഒരു അർത്ഥമൊക്കെ ആയിരുന്നു അവനും അതിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ നിനക്ക് ശരിക്കും അങ്ങനെയാണോ എന്നെ കുറിച്ചൊക്കെ തോന്നുന്നതെന്ന് ഷെന്നിന്റെ അടുത്ത് അവൻ ചോദിക്കുമ്പോഴത്തേക്കും അതേന്നൊരു മറുപടിയൊക്കെ പറഞ്ഞ് ഷെന്നും പോകുന്നു. ഇനി 2024 കാണിക്കുന്നത്. ഇന്ന് ഷൂട്ടിങ്ങിന്റെ 2ാം ദിവസമാണ്. ഈ ഒരു ദിവസം അവർക്ക് കൊടുക്കുവാനായിട്ട് പോകുന്നത് ഒരു ടാസ്ക് ആണ്. നിലവിൽ ഓരോ പേരിനും 3 ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ലൊക്കേഷനിൽ എത്തിയതിനു ശേഷം 24 മണിക്കൂറിനകം തന്റെ പേരന്റെ അടുത്ത് ഒരു സത്യവും ഒരു കള്ളവും തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിലേതാണ് സത്യമെന്നോ ഏതാണ് കള്ളമെന്നോ വ്യക്തമായിട്ട് പറയുവാനായിട്ട് പാടില്ല. ഇതാണ് അവരുടെ ടാസ്ക്. അങ്ങനെയിരിക്കെ ഷെന്നും ചെങ്ങിന്റെ അടുത്ത് ചെന്നതിന് ശേഷം ഈ ഒരു ടാസ്ക് എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനെയും അറിയിക്കുകയാണ്. അതായത് എല്ലാവരുടെയും ലവ് ലൈഫില് എന്തെങ്കിലുമൊക്കെ കള്ളം അവരുടെ പാർട്ട്ണറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ ഒരു കള്ളമൊക്കെ തുറന്നു പറയുവാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് അതിനെ ഷൻ കാണുന്നത്. പക്ഷേ ഇതിലൂടെ ഉള്ളിലുള്ള സത്യം അത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയാത്ത രീതിക്കൊക്കെ തുറന്നു പറയുവാനായിട്ട് സാധിക്കുമെന്നും അത് വെച്ചിട്ട് മനസ്സിലെ വിഷമങ്ങളെല്ലാം തന്നെ മാറ്റാൻ സാധിക്കുമെന്നുമാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാലം വിചാരിച്ചു വെച്ച ഒരു സത്യം കള്ളമാണെന്നും അല്ലെങ്കിൽ ഇത്രയും കാലം വിചാരിച്ചു വെച്ച ഒരു കള്ളം സത്യമാണെന്നും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സെഗ്മെന്റ് ആയിട്ടാണ് അവളും ഇതിനെ കാണുന്നത്. അങ്ങനെ ഇരിക്കെ ലൂവും ഇപ്പോൾ ലൊക്കേഷനിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഷെൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. മാത്രല്ല ജോയും ലൂവിന്റെ അടുത്ത് വന്നതിന് ശേഷം ഷെൻ ഉടനെ തന്നെ വരുന്നതായിരിക്കുമെന്നും അതിനു മുമ്പായിട്ട് നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ എടുത്താലോ എന്നും ലൂവിന്റെ അടുത്തും ചോദിക്കുകയാണ്. ടീനും അവരുടെ ലൊക്കേഷനിലേക്കൊക്കെ നടന്നു പോകുമ്പോഴത്തേക്കും സിയുവും അവളുടെ അടുത്തേക്കൊക്കെ ഓടി ചെല്ലുകയാണ്. അവർ രണ്ടുപേരും ഒന്നും സംസാരിക്കാതെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അവരുടെ ടീമിലെ ആൾക്കാരായിരുന്നു എന്തെങ്കിലും കാര്യമൊക്കെ സംസാരിക്കുക എന്നൊക്കെ അവരോടും പറയുന്നത്. പക്ഷെ അവർക്കും അങ്ങനെ സംസാരിക്കുവാനായിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാലാവസ്ഥയെ കുറിച്ചും മറ്റൊക്കെ ആയിരുന്നു അവരും സംസാരിച്ചത്. പിന്നീട് ക്യൂനിന്റെ കയ്യിലെ വെള്ളമൊക്കെ ഇരിക്കുന്നത് കാണുന്ന പ്രോഗ്രാമിന്റെ ആൾക്കാരും സിയുവിന് ആ ഒരു വെള്ളമൊക്കെ കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. സിയുവും വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ വെള്ളത്തിന് അങ്ങനെ രുചിയൊന്നും ഉണ്ടാകാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ക്യൂനും ഇതിന് എന്ത് രുചിയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് അവനും മിനറൽ വാട്ടർ ആണെങ്കിൽ പോലും അതിന് പല പല രുചികൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നത്. ഇത് ശരിക്കും മിനറൽ വാട്ടറിന്റെ ഒരു ആഡ് വല്ലതും ആയിരിക്കുമോ എന്ന് പോലും ടീമിലെ ആൾക്കാർ സംശയിക്കുന്നു. അങ്ങനത്തെ ചെറിയ ചെറിയ രീതിക്കുള്ള സംസാരങ്ങളൊക്കെ ആയിരുന്നു അവർക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഷെന്നിനെ ഒരു പ്രത്യേക ലൊക്കേഷനിലൊക്കെ ഇറക്കി വിട്ടിട്ട് ഡ്രൈവറും പോകുന്നു. നിങ്ങളിൽ ആരായിരുന്നു ആദ്യമായിട്ട് പ്രണയമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് ജോയും ലൂവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഇഷ്ടം തുറന്നു പറഞ്ഞത് ലൂ തന്നെ ആയിരുന്നു എന്നൊക്കെ അവനും പറയുന്നു. ഷെന്നിന് എന്നെ ഇഷ്ടമാണെന്നുള്ള രീതിക്കുള്ള ഒരു സിഗ്നലും ഒരിക്കലും പോലും അവൾ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അവളും എന്റെ അടുത്ത് വളരെ കോൾഡ് ആയിട്ടായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും എനിക്ക് അവളെ ഇഷ്ടമായതിനു ശേഷം ഞാനും എന്റെ പ്രണയമൊക്കെ തുറന്നു പറയുക ആയിരുന്നുവെന്ന് ലൂവും പറയുന്നു. ഇപ്പോഴും ഷൻ എത്താത്തത് കൊണ്ട് തന്നെ അവൾ എവിടെയായെന്നൊക്കെ ജിയോയുടെ അടുത്ത് ലൂ ചോദിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഡ്രൈവർ കൃത്യമായി തന്നെ അവളെ ലൊക്കേഷനിലൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടെന്നാണ് തനിക്ക് അറിയുവാനായിട്ട് സാധിച്ചതെന്നൊരു മറുപടിയൊക്കെയാണ് ജിയോയും കൊടുക്കുന്നത്. ലൂ അവളെ കോൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൾ കണക്ട് പോലും ആകുന്നുണ്ടായിരുന്നില്ല. അവളും ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്നും എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊന്നും തന്നെ അറിയാതെയൊക്കെയാണ് ഉള്ളത്. അവൾക്കും ഹെൽപ്പിന് വേണ്ടി ആരെയും വിളിക്കുവാനായിട്ട് പോലും സാധിക്കുമായിരുന്നില്ല. ചെങ് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെങ്ങിനെ കാണുവാനായിട്ട് സൂ എത്തുന്നത്. എല്ലാ ദിവസവും ചെങ്ങ് റിസോർട്ടിനെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുമല്ലോ. അങ്ങനെയുള്ള ഒന്നും തന്നെ ഇന്ന് കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചെങ്ങിന്റെ അടുത്ത് സു പറയുമ്പോഴത്തേക്കും ഇനി മുതൽ ഞാൻ അങ്ങനെ ഒന്നും തന്നെ ചെയ്യുകയില്ല. പക്ഷെ റിസോർട്ടിലൂടെ തന്നെ ഞാൻ നടക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും റിസോർട്ടിനെ കുറിച്ചായിരിക്കും കൂടുതലായിട്ട് ആളുകൾ അറിയിക്കുക. സോ ഇനി മുതൽ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പ്രൊമോഷൻ കൊടുക്കുവാനായിട്ടാണ് താൻ തീരുമാനിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് ചെങ് പറയുന്നത്. ചെങ്ങിന് കുടിക്കുവാനായിട്ടുള്ള മദ്യമൊക്കെ ആയിട്ടായിരുന്നു സു എത്തിയത്. അതിന് കാരണമായിട്ട് സു പറയുന്നത് ചെങ് ഒരിക്കലും സത്യം തുറന്നു പറയാറില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ മദ്യമൊക്കെ കുടിക്കുകയാണെങ്കിൽ അതിന്റെ ധൈര്യത്തിലെങ്കിലും അവൻ സത്യം പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് താനും എത്തിയതെന്നൊക്കെ അവളും പറയുന്നു. രണ്ടുപേരും കൂടി ചേർന്ന് കുറച്ച് മദ്യമൊക്കെ കുടിച്ചതിന് ശേഷം ആദ്യത്തെ കാര്യമൊക്കെ പറയുന്നത് സു ആണ്. കല്യാണത്തിന്റെ ചിലവെഴുതുന്ന കൂട്ടത്തിൽ ഞാനൊരു 10,000 UN ഒക്കെ കള്ളക്കണക്കായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്രല്ല അത് വെച്ചിട്ട് ഞാനൊരു ബാഗും എടുത്തു എന്ന് അവൾ പറയുമ്പോഴത്തേക്കും ഇത് ഉറപ്പായിട്ടും സത്യമാക്കുവാനാണ് സാധ്യത.
നീയും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നുവെന്ന് ചെങ്ങും പറയുന്നു. ഓവർ ടൈം ആയിട്ട് വർക്കൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പല ദിവസവും ലേറ്റ് ആയിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യിക്കുക ആയിരുന്നില്ല, മറിച്ച് കാറിൽ ഇരുന്നുകൊണ്ട് ഗെയിംസ് ഒക്കെ കളിക്കുക ആയിരുന്നു എന്ന് അവൻ പറയുമ്പോഴത്തേക്കും ഇത് ഉറപ്പായിട്ടും സത്യമാക്കുവാനാണ് സാധ്യത. നീയും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ സൂവും പറയുന്നു. ഞാൻ ഗെയിംസ് ഒക്കെ കളിക്കുന്നതിൽ എന്റെ ഒപ്പം ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ ചെന്ന് പറയുമ്പോഴത്തേക്കും ആ കാര്യവും സത്യം തന്നെയാണ്. നിന്നെ ടെസ്റ്റ് ചെയ്യുവാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന പ്രാക്ടീസ് പാർട്ട്ണറിനെ വെച്ചിട്ടായിരുന്നു നീയും ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നെന്ന് സൂവും അറിയിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ചെങ്ങിനും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ അവൻ അത്രയ്ക്ക് വലുതായിട്ടൊന്നും തന്നെ റിയാക്ട് ചെയ്യുന്നില്ല. മാത്രമല്ല ഒരു സത്യവും കള്ളവും പറയുവാനായിട്ടായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നിർത്തുവാനായിട്ട് പ്രോഗ്രാമിലെ ആൾക്കാരും അവരോട് പറയുന്നു. ഡിവോഴ്സിന് ശേഷം ഞാനും ഒരു പെൺകുട്ടിയുടെ കൂടെ ഡിന്നറൊക്കെ കഴിക്കുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് ചെക്ക് പറയുമ്പോഴത്തേക്കും അതെന്തായാലും കള്ളമായിരിക്കും. ഞാനോ പൊട്ടിയായി പോയി, പക്ഷെ അതുപോലെ മറ്റു കുട്ടികൾ ഉണ്ടാവുകയില്ല എന്നൊക്കെയാണ് അവളും പറയുന്നത്. പക്ഷെ അതൊക്കെ കേട്ട് ചെങ് ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഡിവോഴ്സ് ചെയ്തിട്ട് 100 ദിവസം പോലും ആയില്ലല്ലോ, അതിനിപ്പുറം നീ ഒരു പെൺകുട്ടീനെ വിളിച്ച് ഡേറ്റിന് വരെ പോയോ? എന്തായാലും നീ ചെയ്ത് തൊട്ട് തന്നെ ശരിയായില്ല എന്നൊക്കെ അവളും പറയുന്നു. മാത്രമല്ല അവളും തിരിച്ച് അവന്റെ അടുത്ത് എന്നാൽ ഞാനും ഒരാളുടെ ഒപ്പം ഡിന്നറൊക്കെ കഴിക്കുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങിനും അത് ഇഷ്ടപ്പെടാതെ അവളുടെ അടുത്തും ദേഷ്യപ്പെടുകയാണ്. നീ അപ്പോൾ ഡിന്നറിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും ഈ ഒരു പ്രോഗ്രാം ഒക്കെ അവസാനിക്കുന്ന സമയത്ത് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ഡിന്നറിന് പോകുന്നതായിരിക്കും. പിന്നീട് എന്റെ വിവാഹത്തിന് ഞാൻ നിന്നെയും വിളിക്കുന്നതായിരിക്കും. നീയും 10,000 UN ഒക്കെ കൂടുതലായിട്ട് കല്യാണ ചിലവന്റെ പേരിലൊക്കെ ബാഗ് മേടിക്കുവാനായിട്ട് നീ എടുത്തതല്ലേ? അതുകൊണ്ട് തന്നെ ആ ബാഗ് എനിക്ക് തിരിച്ചു വേണം. എന്റെ ഫ്യൂച്ചർ വൈഫിന് എനിക്കത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടികൂടുന്നു. ഇവരുടെ വഴക്ക് തന്നെ വയ്ക്കുകയാണെങ്കിൽ ഒരു 10 എപ്പിസോഡ്സ് ഒക്കെ മുന്നോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ ഈ പൊട്ടത്തരങ്ങളൊന്നും തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ആരാണ് ഇത്രയ്ക്ക് പൊട്ടത്തരമൊക്കെ ഇരുന്ന് കാണുക? സോ നമുക്ക് ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നാണ് അവരുടെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും പറയുന്നത്. ഈവനിങ് ആയിട്ട് പോലും ജിയോ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ലൂവിന്റെ അടുത്ത് ഇരിക്കുകയാണ്. പക്ഷെ ഇത്രയും നേരമായിട്ടും ഷെൻ ഇവിടെ എത്താത്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും ഷെന്നിന് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അവനും സംശയിക്കുന്നു. ഞാൻ തന്നെ ആയിരുന്നു ഷെന്നിന് കൃത്യമായി തന്നെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് ജിയോ പറയുമ്പോഴത്തേക്കും അത് വിശ്വസിക്കുവാനായിട്ട് ലൂ തയ്യാറായിരുന്നില്ല. മാത്രമല്ല ലൂവും അവളുടെ ഫോണൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇവർ ശരിക്കും ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ ആയിരുന്നില്ല ഷെന്നിന് ജിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന സത്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. പക്ഷെ ജിയോയും തനിക്ക് അയച്ചു കിട്ടിയിട്ടുണ്ടായിരുന്ന അതേ ലൊക്കേഷൻ തന്നെയായിരുന്നു താനും ഷെന്നിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന കള്ളമൊക്കെ പറഞ്ഞിട്ട് അത് ലൂവിനെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഷെന്നിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വെറുതെ വിടുന്നത് ആയിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലൂവും ഷെന്നിനെ അന്വേഷിച്ചൊക്കെ പോകുന്നു. ഷെൻ ഇപ്പോഴും ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലൂടെ തനിച്ച് നടക്കുകയാണ്. മാത്രമല്ല അവളുടെ ഫോണിലെ ചാർജും തീർന്നിട്ട് ഫോണും ഓഫായി പോവുകയാണ്. പിന്നീട് അവൾ നടക്കുമ്പോഴത്തേക്കും അറിയാത്തൊരു കുഴിയിലേക്കൊക്കെ വീഴുവാനായിട്ട് തുടങ്ങുന്നു. ഈ സമയത്ത് അവളും ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ശബ്ദമൊക്കെ ലൂവും കേൾക്കുകയാണ്. ലൂവും ഷെന്നിന്റെ പേരൊക്കെ വിളിച്ച് നടന്നു വരുന്നത് ഷെന്നും കേൾക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഷെന്നും ലൂവിന്റെ പേര് തിരിച്ചു വിളിക്കുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും പരസ്പരം കാണുന്നു. ഷെന്നിനെ കണ്ട സന്തോഷത്തിൽ ലൂ ഓടി വന്നിട്ട് ആ ഒരു കുഴിയിലേക്കൊക്കെ വീഴുന്നുണ്ട്. എങ്കിൽ പോലും കുഴിക്ക് വലിയ ആഴമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഷെന്നും അവനെ സഹായിച്ചു വെളിയിലേക്കൊക്കെ ഇറക്കുന്നു. പിന്നീട് അവനെ നടക്കുവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു അവളും. അങ്ങനെ ഇരിക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ലൊക്കേഷനിലെ പലയിടത്തൊക്കെ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും തന്നെ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് ഷെൻ പറയുമ്പോഴത്തേക്കുമാണ് നിനക്ക് ജിയോ അയച്ചു തന്ന ലൊക്കേഷൻ തെറ്റാണെന്നും അവൾക്ക് മറ്റെന്തൊക്കെയോ ഉദ്ദേശങ്ങളൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയെന്നും ലൂവും അവളുടെ അടുത്തൊക്കെ തുറന്നു പറയുന്നത്. അങ്ങനെ അവരും ഇപ്പോൾ തിരിച്ച് ലൊക്കേഷനിലേക്കൊക്കെ എത്തുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.